പ്രകാരം തന്നെ ശ്രദ്ധിക്കണ്ടല്ലോ നമ്മുടെ ഈ ശാരീരികമായ ഫിസിക്കലി ട്രെയിനിങ് തീർച്ചയായിട്ടും ശാരീരിക ആരോഗ്യം എന്ന് പറഞ്ഞത് പിന്നെ വ്യായാമം വേണം. വ്യായാമം എന്നതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് പിന്നെ ജീവിതത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്നൊരു വ്യായാമമുണ്ട്. അത് കിട്ടണ ഒരാൾ പിന്നെ വ്യായാമത്തിന് വേണ്ടി വ്യായാമം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ തൊഴിൽ രണ്ട് ജാതിയാണല്ലോ. ഒന്ന് ഭൗതികമായി നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ടീം, നമ്മുടെ വൈറ്റ് കോളർ ഓഫീസ് ജോലി. അതെ അതെ. വേറൊരു ടീം കായികാധ്വാനത്തിലൂടെ ജോലി ചെയ്യുന്ന ആള്. കായികാധ്വാനത്തിലൂടെ ജോലി ചെയ്യുന്ന ആള് പിന്നെ നടക്കാൻ പോകേണ്ട ആവശ്യമില്ല. അയാൾക്ക് അത്ര കലോറി അയാളുടെ ജോലി കൊണ്ട് തന്നെ കത്തി പോകുന്നത്. അയാള് രാവിലെ തൊട്ട് കല്ല് പേറി അല്ലെങ്കിൽ കന്നുകൂട്ടി അയാള് ആകെ ശരീരം നന്നായിട്ട് ഇളകാണല്ലോ. പിന്നെ ഇയാൾ രാവിലെ ഒന്ന് നീച്ച് ഓടാൻ പോവുക, വൈകുന്നേരം കളിക്കാൻ പോവുക, ഇതിന്റെ ആവശ്യമാക്കില്ല. അയാൾക്ക് ആവശ്യത്തിന് കിട്ടി. ഇത് ശരിക്കും വ്യായാമം വേണ്ടത് ആർക്കാന്ന് ചോദിച്ചാല് ശരീരം ഇളകാതെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ്. അവരിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ കേരളക്കാരെ മൊത്തത്തിൽ നമ്മൾ നോക്കിയാല് കായികാധ്വാനത്തിന് പൊതുവെ നമുക്ക് മടിയാണ്. ആ മടി കൊണ്ട് ആ ഗ്യാപ്പിൽ ആര് വന്നത്? ഇപ്പോ ബംഗാളികളും മറ്റുള്ളൊക്കെ വന്നത്. നമുക്ക് തട്ടിയിളകാതെ എന്തെങ്കിലും ഇപ്പൊ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെങ്കിലും വേണ്ടിയില്ല, റിയൽ എസ്റ്റേറ്റോ മറ്റൊക്കെ അങ്ങനെ ചില്ലറ കിട്ടിയാൽ മതി എന്നുള്ളതാണ്. തൊള്ളോണ്ട് ജീവിക്കാം. അപ്പൊ അങ്ങതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ 10 വയസ്സും താഴെയുള്ള രോഗം ഏറ്റവും കൂടുതൽ ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലാണ്. ഏത്? പ്രമേഹം. 10 വയസ്സും അതിന്റെ താഴെയുള്ള കുട്ടികൾക്കുള്ള പ്രമേഹം ഇപ്പൊ ചെറിയ കൈക്കുഞ്ഞുങ്ങൾക്ക് വരെ അവരുടെ മലത്തിൽ ഷുഗർ, മൂത്രത്തിൽ ഷുഗർ, അത് കേരളത്തിൽ ട്രെൻഡായി വരുന്നുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളൊക്കെ ഉള്ള ജനസംഖ്യയായിട്ട് കൂട്ടുമ്പോൾ കേരള ഇതിൽ മുന്നിലാണ്. അത് ഈ ഒരു തീരെ നമ്മളെ ശരീരമാണ്. ഇപ്പൊ ജീവിതശൈലിയിൽ നമ്മൾ നല്ലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ വ്യായാമം പിന്നെ ഇല്ലാത്ത ജോലിയിൽ ഏർപ്പെട്ടവർ അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന ആളുകൾ ശരിക്കും വ്യായാമം ചെയ്യണം. വ്യായാമത്തിന്റെ കാര്യം പറയുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ആത്മീയമായ നമ്മളെ ഇത് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക ജീവിതം തന്നെ ഈ വ്യായാമം ഉൾക്കൊള്ളുന്നതാണ്. ഒന്നത് നിസ്കാരം തന്നെ നോക്കുക. അതെ, നിസ്കാരത്തെ കുറിച്ച് അങ്ങനെ കുറെ ഈ ട്രെയിനിങ് ടീച്ചർമാർ പുകഴ്ത്തിയിട്ടുണ്ട്. ഈ പല പല ഫുട്ബോൾ ക്ലബിന്റെ കോച്ചുമാര്, പിന്നെ ഈ ഓട്ടക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളൊക്കെ. കാരണം നിസ്കാരത്തിൽ ശരീരത്തിന്റെ ഒരു സന്ധി പോലും അനങ്ങാതെ വരുന്നില്ല. ലാസ്റ്റ് വരെ നമുക്ക് തോന്നും ഈ നെക്കിന് തീരെ അനക്കം വരുന്നില്ല, അപ്പോഴായിരിക്കും സലാം വിട്ട. അതല്ലാതെ തന്നെ എക്സസൈസ് റസൂല് പ്രോത്സാഹിപ്പിച്ച രംഗങ്ങളൊക്കെ ഉണ്ട്. അതല്ല അല്ല അതല്ലാതെ തന്നെ ഒരാള് വളരെ മൂടോട്ടും ഇങ്ങനായിട്ട് നിൽക്കുന്ന ഒരാള് തീരെ ഒരു അന്തർമുഖനെ കണ്ടപ്പോ തങ്ങൾ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഉപ്പര് പറഞ്ഞു എനിക്കിങ്ങനെ വയ്യ, ഒന്നിനും ആഫിയത്തൊന്നുമില്ല. അപ്പൊ നബി ഉപ്പരോട് പറയുന്നത് നിന്റെ നടത്തം സ്പീഡ് കൂട്ടണം എന്നാണ്. നമ്മുടെ സുഹൃത്ത് യാസീനിലെ വജാമിൻ അക്സൽ മദീനത്ത് റജുലു യസ്ആ എന്നുള്ളടത്ത് ഇമാം ഖുർത്തുബി ചർച്ച ചെയ്യുന്നുണ്ട്. റജുലു യസ്ആ, റജുല് വളരെ ധൃതിയിൽ സ്പീഡിൽ വന്നു എന്നാണല്ലോ. അപ്പൊ ഈ സ്പീഡിൽ വരലിന്റെ ഗുണം എന്നുള്ള രീതിയിൽ തീരെ അന്തർമുഖനായി ഒന്നിനൊരു ഉണർവില്ലാതെ നിൽക്കുന്ന ആളോട് നിന്റെ നടത്തം വേഗത കൂട്ടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേപ്രകാരം നബി തങ്ങൾ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു നീന്തൽ പഠിപ്പിച്ചിരിക്കൽ. ഒരു രക്ഷിതാവിന് കുട്ടിക്കുള്ള ബാധ്യത പൂർത്തിയാവാൻ നീന്തൽ പഠിപ്പിക്കണം. പിന്നെ അമ്പെയ്ത്ത്, അതേപോലെ കുതിരയോട്ടം. വളരെ ഫിസിക്കലി ഇതാണ് കുതിരയോട്ടം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് അതിൻ്റെതായിട്ട് മോട്ടോർ വാഹനങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് വരൂല്ലേ? അടി ഉണ്ടാവില്ല. ഒരു എക്സസൈസ് മാത്രമാണോ കുതിരോട്ടത്തിൽ ലക്ഷ്യം? അല്ല, കുതിരോട്ടത്തിൽ എക്സസൈസ് മാത്രമല്ല, അന്നത്തെ സഞ്ചാരത്തിൽ അന്നത്തെ ഏറ്റവും നല്ല ബെൻസാണല്ലോ കുതിര. അന്നത്തെ കരവാഹനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് കുതിര. പിന്നെ കോവർ കഴുത, പിന്നെ അതിന്റെ താഴെ കഴുത, അങ്ങനെയാണ്. അപ്പോ ഒട്ടകം. എന്തായാലും ഈ ഏറ്റവും നല്ല ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള യാത്രയാണ് കുതിര. അത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത്ര സുഖം വേറെ ഇല്ലാനും. അപ്പൊ ഓട്ടം, കുതിരയോട്ടം, അതേപോലെ നീന്തല്, അമ്പെയ്ത്ത് പോലത്തെ ഫിസിക്കൽ ട്രെയിനിങ് കിട്ടുന്ന കാര്യങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് നബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കായിക പരിശീലനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കാണുന്ന രീതിയിലുള്ള ഈ വല്ല മറ്റേ മാർഷൽ ആർട്സ്, കരാട്ട പോലുള്ള സംഗതികളൊക്കെ പഠിപ്പിക്കണം തന്നെയാണ് അതിന്റെ രീതി. അത് എന്തായാലും ശരീരത്തിൽ ഒരു നല്ല സാധാരണ രീതിയിൽ നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യും, പിന്നീട് നിൽക്കും. വേറെ വെച്ച് ഫീസ് കൊടുത്ത് കരാട്ടക്കൊക്കെ പോവുകയാണെങ്കിൽ അതങ്ങനെ തുടർന്ന് അങ്ങനെ പോകും. അപ്പോ വെറുതെ ഒരു പള്ളിയിൽ പോകുമ്പോൾ നടക്കണം, അതൊക്കെ അതിന്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് എക്സസൈസുകളാണ്. അതല്ലാതെ അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എല്ലാ നന്മയും ഇത്തിരി കുറഞ്ഞാലും നിത്യമായി ചെയ്യണമെന്ന്. അവിടെ നമ്മൾ പലപ്പോഴും തോൽക്കലുണ്ട് കേരളക്കാര്. ഒരു ആവേശത്തിന് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ നടക്കും, അതൊരാഴ്ച, അല്ലെങ്കിൽ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നന്നായിട്ട് പുഷപ്പൊക്കെ ആയിട്ട് തകർക്കും. പക്ഷെ ഇങ്ങനെ തീർന്ന് 1 മാസത്തിന്റെ അപ്പുറം പോവില്ല, പിന്നെ പഴയ മാര്യം. അവിടെ നമുക്കൊരു കാര്യം ചെയ്താൽ നല്ലതാ. ഈ നടത്തം
അതിന് പ്രത്യേകത ഉണ്ട്, നൃത്തത്തിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. അത് നമ്മൾ പ്രകൃതിപരമായ അള്ളാഹുത്തന്നെ ഒന്നൊരു സംഗതിയാണല്ലോ, തീരെ നടക്കാതിരിക്കണം അപകടം തന്നെയാണ്. അപ്പം അത്യാവശ്യം നമ്മളൊരു ജമാഅത്തിന് പോകുമ്പോൾ തൊട്ടടുത്ത അങ്ങാടിയിൽ എന്തൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒരു ജുമാക്ക് പോകുമ്പോൾ വണ്ടി കയറാതിരിക്കലും ഒരു പുണ്യമാണല്ലോ, പെരുന്നാൾ സ്കരിക്കാൻ പോകുമ്പോഴൊക്കെ നടന്നു പോകുക എന്നുള്ളത്. അപ്പം അത്തരം സന്ദർഭങ്ങളിലെങ്കിലും കാൽനട ശീലിക്കുക എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് നമ്മളൊക്കെ വരണം. നമ്മളൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നതാണ്, വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യും, തൊട്ടടുത്ത പള്ളിയിലാണെങ്കിൽ വണ്ടി എടുത്ത് പോവുക, അങ്ങനത്തെ ശീലം. ഇനിയിപ്പം നടക്കാൻ പോകുന്നവരിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു സ്കൂട്ടി എടുത്തിട്ട് എടുക്ക് പോവാണ്, പോവാണ്, എന്നിട്ട് അവിടെ നിന്ന് 4 റൗണ്ട് നടന്നിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് പോരാ. ഞാൻ വണ്ടി എടുക്കാതെ അവിടെ പോയി പോന്നാൽ മതിയായിരുന്നു, 4 പേർക്ക് നടത്തം കിട്ടും. ഇവർക്ക് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്, അവിടെ വേറെ ആളുടെ ഓരോ കൂടെ നടക്കാന്നൊക്കെ ഉണ്ടാവും. പിന്നെ ഏതായിരുന്നാലും നമ്മളെ പിന്നെ ഈ നിസ്കാരം തന്നെ ഒരു നല്ല വ്യായാമമാണല്ലോ. അപ്പോൾ ഒരുവിധ ആളുകൾക്കൊക്കെ നിസ്കാരം വർദ്ധിപ്പിച്ചാൽ എന്ത് ചെയ്യും, നല്ലൊരു വ്യായാമം കിട്ടും. ഈ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്തവര്, ഫ്ലാറ്റിൽ താമസിക്കുന്നവര്, വീട്ടിലിരിക്കുന്ന ഉമ്മമാര്, ഇവരൊന്നും ഇപ്പോൾ റോട്ടുമ്പിൽ ഇറങ്ങി നടന്നിട്ട് വ്യായാമം നടത്തുക എന്നുള്ളത് അത്ര നല്ലതുമല്ല, ചിലപ്പം അപകടകരമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ രാവിലെയൊക്കെ നമ്മൾ വീട് വിട്ട് ഇറങ്ങി, ഇപ്പം നമ്മളൊക്കെ വണ്ടി എടുത്ത് പോകുമ്പോൾ കുറച്ച് സ്പീഡിൽ പോലപ്പോഴാ രാവിലെയാണ്, രാവിലെ ആരും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട്. പക്ഷെ ആ സമയത്ത് ഉണ്ടാകും ചിലപ്പം കറുത്ത പർദ്ദയും ധരിച്ചിട്ട് ഉമ്മമാർ റോട്ടിൽ തട്ടിപ്പോവും ആൾക്കാർ. കാരണം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പിന്നെ ആണെങ്കിൽ ഈ കളറിട്ട് കാണൂല. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ മദ്രസയിലെ കുട്ടികൾ വെള്ള ഡ്രസ്സുള്ള മഫ്ത ധരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ആ നർത്തത്തെക്കാൾ ഉപരി നിസ്കാരം വർദ്ധിപ്പിച്ചാൽ ഇതുകൊണ്ടൊക്കെ പരിഹാരമുണ്ട് ഒരളവോളം. ഇവിടെ നമ്മളിപ്പോ ഈ ശീർഷാസനം എന്ന് പറയുന്ന ഒരു യോഗാസനത്തിന്റെ ഭാഗമായ ഒരു സംഭവമാണ്. തല നേരെ നിലത്ത് കുത്തി കാല് മുകളിലേക്ക് ആക്കിയിട്ട്, അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് തലഭാഗം അടിയിൽ വരുമ്പോൾ രക്തം ഇങ്ങനെ നന്നായിട്ട് തലച്ചോറിലേക്ക് വരും. എപ്പോഴും തല ഉയർന്നാകുമ്പോൾ രക്തത്തിനങ്ങോട്ട് പമ്പ് ചെയ്യാൻ കുറച്ച് ശക്തി കൂടുതൽ വേണം. അപ്പോൾ ഈ ശീർഷാസനം നടത്തിയിട്ടുണ്ടെങ്കിൽ മുഖത്തിന് നല്ല പ്രസന്നത വരും, ബുദ്ധി തെളിച്ചം ഇതൊക്കെ വരും. പക്ഷേ ശീർഷാസനം ഹാർട്ട് അറ്റാക്ക് ഉള്ളവർക്ക്, ബ്ലഡ് പ്രഷർ ഉള്ളവർക്കൊന്നും പറ്റൂല. ഈ ശീർഷാസനത്തിന്റെ അതേ ഉപയോഗമാണ് നമ്മുടെ സുജൂദിന്റെ നിബന്ധന തന്നെ പൃഷ്ഠഭാഗം പൊന്തണം എന്നാണ്. പിന്നെ കാലിന്റെ ഈ ഭാഗത്തുള്ള രക്തം ഇങ്ങോട്ട് പോകില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്കിനും രോഗിക്കും അതേപ്രകാരം ബ്ലഡ് പ്രഷറിനൊക്കെ സുജൂദ് പറ്റുന്നത്. എന്നാലോ ഈ ഇത് ആവർത്തിച്ച് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ 17 അല്ലെ പല സുന്നത്തും പറഞ്ഞും കൂടി ആകുമ്പോൾ പല പ്രാവശ്യം ഇത് വരുമ്പോൾ അതിനേക്കാൾ നല്ല ഒരു ആരോഗ്യ ഗുണം കിട്ടുകയും ചെയ്യും. എന്നാലോ അപകട സാധ്യത തീരെ ഇല്ല എന്നും പറഞ്ഞു. വലിയൊരു സംഗതിയാണത്. നമ്മളിപ്പോൾ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ, ഒക്കെ 5 കഴിവുകൾ, തൊട്ടറിയാ, മണത്തറിയാ, രുചിച്ചറിയാ, കണ്ടറിയാ, കേട്ടറിയാ, ഈ കഴിവുകളൊക്കെ തലച്ചോറായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തലച്ചോറ് എത്ര ഉണർന്നിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മളെല്ലാ അറിവുകളും. ഇപ്പൊ നമുക്ക് കാഴ്ച ശക്തി, നമ്മളെ കേൾവി ശക്തി, തൊട്ടറിയാനുള്ള കഴിവ്. ഡോക്ടർ ഞങ്ങളിങ്ങനെ ചർച്ച തുടങ്ങി, നിങ്ങളെ ഡ്യൂട്ടി ആയി നിങ്ങളോട് വരികയാണല്ലോ. കേട്ടോണ്ടാ പോകുന്നല്ലേ, അതുകൊണ്ട് ഞാൻ ബാക്കി ഇങ്ങനെ പോകാലോ. നിങ്ങൾ പറഞ്ഞു വെച്ചാൽ അത് പൂർത്തിയാക്കിയാലേ. അപ്പൊ അതായത് പിന്നെ നമ്മളെ തലച്ചോറ് നമ്മളെല്ലാ കഴിവുകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സാധനം. അപ്പൊ അതുകൊണ്ട് തന്നെ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ താഴെ വെച്ച ഒരു പിന്നെ വാട്ടർ ടാപ്പിലേക്ക് മുകളിൽ നിന്ന് ടാങ്കിൽ നിന്ന് വെള്ളം വരുന്ന മാതിരിയാണ്, ഇങ്ങോട്ട് ഒന്നായിട്ടായിട്ട് വരികയാണ്. അപ്പോൾ ആ ശക്തിയിൽ വരുമ്പോൾ ആ ഒരു ഉണർവ് ഏതിന് കിട്ടും, നമ്മളെ കാഴ്ചക്കും കിട്ടും, കേൾവിക്കും കിട്ടും, തൊട്ടറിയാൻ, രുചിച്ചറിയാൻ, മണത്തറിയാനുള്ളതിനൊക്കെ ആ ഒരു കഴിവ് കിട്ടും. അതോടൊപ്പം വലിയ ഏകാഗ്രതയാണ് സുജൂദ് നിസ്കാരം മുഴുവൻ തന്നെ അല്ലെ. മറ്റ് ചിന്തകളിൽ നിന്നൊക്കെ മാറി ഇത്തിരി നേരം നിൽക്കാൻ വേണ്ടി ഇപ്പൊ കാശ് കൊടുക്കുകയാണ് ആളുകൾ. നമ്മുടെ ഇന്ത്യയിലൊക്കെ യോഗാസനം ലോകാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ഗവൺമെന്റ് തലത്തിൽ തന്നെ നടക്കുകയാണ്. നമ്മളെ അലോപ്പതിയില് പിന്നെ പല തെറാപ്പി ഉണ്ടല്ലോ, അതിൽ എന്താ ഫിസിക്കൽ തെറാപ്പിയോ സൈക്കോളജിക്കൽ തെറാപ്പി, സൈക്കോതെറാപ്പിയെ കുറിച്ചാണ്. അല്ല, നമ്മള് കായിക അധ്വാനത്തിനൊക്കെ പകരം വെക്കണ എന്തെങ്കിലും സംഭവമില്ലേ? അതായത് വ്യായാമത്തിനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടായില്ലേ? ശാരീരിക എക്സസൈസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫിസിയോളജിക്കൽ എക്സസൈസ്, തെറാപ്പി ഉണ്ടല്ലോ ഈ മറ്റേ ഈ തളർന്നു നടക്കുന്ന ആളുകൾക്കൊക്കെ. അതിലിപ്പോ നമുക്ക് ഈ സാധാരണക്കാർക്കൊക്കെ ഇപ്പൊ ഒന്ന് പിന്നെ ഫ്ലാറ്റ് കഴിയുന്ന ആളുകൾ, നമ്മൾ വീട്ടിൽ കഴിയുന്ന ഉമ്മമാര്, ഇവരൊക്കെ ഈ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ വീട്ടിൽ വെച്ച് ഒരു പിന്നെ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യാവുന്ന വ്യായാമങ്ങളുണ്ട്. നമുക്ക് ഒരു മറ്റേ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ സ്പെഷ്യലിസ്റ്റുകൾ കുറേ കേൾക്കാറുണ്ടല്ലോ, ഒരു ജനറൽ മെഡിസിൻ ഉണ്ട്, ENT ഡോക്ടർ ഉണ്ട്, അതേപോലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഇവരെ മെയിൻ പരിപാടി തന്നെ ഇതാണ്, ഫിസിക്കലായിട്ടുള്ള ശരീരത്തിൻ്റെ ആരോഗ്യം, അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉസ്താദ് പറഞ്ഞ ഞരമ്പിൻ്റെ ചോരോട്ടം, അതേപോലെ അതിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾ, അതിലൂടെ ഇമ്പൾസ് PG കോഴ്സാണ് അത്, MD കോഴ്സാണ്.
ഈ PMR എന്ന് പറയും, ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ. ഈ തളർന്നു പോയിട്ടുള്ള ആളുകൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. ഈ മരുന്ന് കുടിച്ചുള്ള ചികിത്സനേക്കാൾ കുറച്ചുകൂടി അത് ചെലവ് കുറഞ്ഞതായിരിക്കും. ശരിക്കും പറഞ്ഞാല് ചികിത്സ പൂർത്തിയാവുന്നത് കൂടി കൂടുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ മരുന്ന് എന്നുള്ളത് മാത്രമേ. പാരസെറ്റമോൾ വെള്ളം കുടിച്ചാൽ അതാണ് സൗകര്യം. ജനങ്ങളും ഡോക്ടറെ സമീപിക്കുന്നത് മരുന്നുകൊണ്ട് മാറുന്നുള്ളതിലാണ്. ഒന്ന് രണ്ടാമത് ഒരു ഡോക്ടർ മെഡിസിന് രോഗത്തിന് മാത്രം എഴുതിയാൽ ഒട്ടുമിക്ക രോഗിയും സംതൃപ്തനല്ല. പിന്നെ 2-3 ഗുളിക പ്രോട്ടീനൊക്കെ എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ ഒരു സുഹൃത്തിന് പിന്നെ ഒരു വേദന, ഭയങ്കര വേദന വെച്ചാൽ കക്ഷത്തിന്റെ ഇതിലും കേട്ട് ഇവന് അനങ്ങാൻ വയ്യ. ഇവന് കൊടുത്ത മരുന്ന് എന്താ വെച്ചാൽ ചുമരുമൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ വിരലിങ്ങനെ മേലോട്ട് ഉണ്ടായി. അത് ദിവസവും ഒരു നിശ്ചിത തവണ ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ. അത് മാറിപ്പോയി. അത് ചെറിയ സംഗതി ഉണ്ടാവുള്ളൂ. ഈ വ്യായാമം എന്ന് പറഞ്ഞത് ഞരമ്പൊക്കെ എവിടെയെങ്കിലും ഇതായി നിൽക്കുന്നുണ്ടോ, ചുമരുമ്പോ കയറുമ്പോ ശരിയുണ്ടോ ചില വേദനകൾ അങ്ങനെ. ഞാനൊരിക്കലേ മോളി പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് കെട്ടുന്ന ഒരു കാലം ഉണ്ടായിനി. അത് കെട്ടിയിട്ട് ഒരിക്കലും വണ്ടിയെ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഭയങ്കര വേദന, ഈ ഊരമെന്ന് ഭയങ്കര വേദന. എന്താണെന്നൊരു സംഭവം പിടുത്തം കിട്ടില്ല. അവസാനം എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ ഇതുകൊണ്ടിട്ടായിരിക്കും. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചോദിച്ചു. പറഞ്ഞ് അതിന്റെ കമ്പി കുറേ നേരം ഇങ്ങനെ ബ്ലോക്കായി നിന്നതാ നരമ്പിന്, അതാണ് ആ വേദന. അപ്പൊ ഇങ്ങനത്തെ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകണമെങ്കിലൊക്കെ അതൊക്കെ ഈ വ്യായാമത്തിലൂടെ തന്നെ മാറ്റാനുള്ളതുണ്ട്. അപ്പം വീട്ടിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ, പരിപാടികളുടെ പറയാറുണ്ട്. ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷനിൽ പറയാറുണ്ട് നമ്മൾ. അതൊക്കെ നേരത്തെ ഉസ്താദ് ഞാൻ വന്നപ്പോൾ അങ്ങനെ കേൾക്കണ്ടായിരുന്നു. ഈ നിസ്കാരത്തിൽ നമ്മൾ ചലിപ്പിക്കേണ്ട വിഷയങ്ങളൊക്കെ അതൊക്കെ നിശ്ചിതമായിട്ടുള്ള എണ്ണം, പ്രത്യേകം കാലുകൾ മസിലുകളൊക്കെ ഓരോന്നും കോൺട്രാക്ഷൻ റിലാക്സേഷൻ എന്ന് പറയും. മസിൽ നമ്മൾ ബലം വരുന്നതും റിലാക്സ് ചെയ്യുന്നതും അതിനെ സംബന്ധിയായിട്ട് ഓരോ ജോയിന്റുകൾക്കുള്ള വ്യായാമങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓരോ ആളുകൾക്കും അവർക്കനുസരിച്ചുള്ള വ്യായാമമാണ് നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു ഹാർട്ടിന്റെ രോഗിയുള്ള ആൾക്ക് അതിനനുസരിച്ചുള്ള ആരോഗ്യം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. അത് അങ്ങനെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. 4 പുഷപ്പ് ചെയ്താൽ പിന്നെ എടുത്തോണ്ടോ. ഈ ഹാർട്ട് രോഗികളെ ഒഴിയാനൊന്നും പറ്റില്ല എന്നുണ്ട്. ഇതുള്ള നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അങ്ങനത്തെ പെട്ടെന്ന് മരിച്ചുപോയി. ഹാർട്ടിന് ധാരാളം ഒഴിഞ്ഞിട്ട് അപകടമാണ്. അപ്പോൾ വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്.